ഇറാനിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനേയിയുടെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന പരാമർശം ന്യൂഡൽഹിയെ ചൊടിപ്പിച്ചത് എന്തുകൊണ്ടാണ്? ആയത്തുള്ള അലി ഖംനേയി കൃത്യമായി എന്താണ് പറഞ്ഞത്? ന്യൂഡൽഹി എങ്ങനെയാണ് ഇതിന് പ്രതികരിച്ചത്? ഇത് ഇന്ത്യ ഇറാൻ ബന്ധത്തെ ബാധിക്കുമോ? പരിശോധിക്കാം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിൽ ഇറാനിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനേയി നടത്തിയ പരാമർശത്തിലാണ് മുസ്ലിം സമുദായം മ്യാൻമറിലും ഗാസയിലും ഇന്ത്യയിലും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അവഗണിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. മ്യാൻമറിലോ ഗാസയിലോ ഇന്ത്യയിലോ മറ്റെവിടെയായാലും മുസ്ലിം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ശ്രദ്ധിക്കാതെ പോയാൽ നമുക്ക് സ്വയം മുസ്ലിങ്ങളെന്ന് കരുതാനാവില്ല എന്നും ഇസ്ലാമിക സമൂഹം എന്ന ആശയം ഒരിക്കലും മറക്കാൻ പാടില്ല എന്നും ഇസ്ലാമിക സമൂഹത്തിന്റെ സ്വത്വം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് ദേശീയതയെല്ലാം മറികടക്കുന്ന അടിസ്ഥാന പ്രശ്നമാണ്. ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾ കൊണ്ട് യാഥാർത്ഥ്യത്തെ ഇല്ലാതാക്കാനാവില്ല. ഇതൊക്കെയാണ് ഇറാൻ നേതാവ് എക്സിലെ തന്റെ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. ഈ പരാമർശങ്ങളാണ് ന്യൂഡൽഹിയിൽ നിന്ന് രൂക്ഷമായ ശാസനയ്ക്ക് കാരണമായത്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് ഇറാനിന്റെ പരമോന്നത നേതാവ് നടത്തിയ അഭിപ്രായങ്ങളെ ശക്തമായി അപലപിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയമാണ് അറിയിച്ചിരിക്കുന്നത്. ഖംനേയിയുടെ പരാമർശം അംഗീകരിക്കാനാവില്ല എന്നും ഇതിന് തെറ്റായ വിവരമുള്ളത് എന്നും MEA വിശേഷിപ്പിക്കുന്നു. കൂടാതെ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്ന രാജ്യങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് എന്തെങ്കിലും നിരീക്ഷണങ്ങൾ നടത്തുന്നതിന് മുൻപ് സ്വന്തം രാജ്യത്തെ അവസ്ഥ കൂടി നോക്കണമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അഭിപ്രായപ്പെട്ടു. ഇരു രാജ്യങ്ങളും പഴയ ബന്ധം പങ്കിടുകയും പങ്കാളികളായി തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇത് സംഭവിക്കുന്നത്. പാശ്ചാത്യ ഉപരോധങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യയുടെ പ്രധാന ക്രൂഡ് വിതരണക്കാരിൽ ഒരാളാണ് തെഹ്റാനും. യാദൃശ്ചികമെന്ന് പറയട്ടെ, മഹ്സ അമ്നിയുടെ മരണത്തിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പരാമർശങ്ങളും തുടർന്നുള്ള ശാസനയും ഉണ്ടായിരിക്കുന്നത്. അനുചിതമായ വസ്ത്രം ധരിച്ചതിന് 2022 സെപ്റ്റംബർ 16 ഇറാനിലെ സദാചാര പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ അപ്രതീക്ഷിതമായി മരണമടഞ്ഞ 22-കാരിയായിരുന്നു മഹ്സ അമ്നി. അമ്നിയുടെ മരണം രാജ്യത്ത് പ്രകോപനം സൃഷ്ടിച്ചു. സ്ത്രീകൾ തെരുവുകളിൽ പ്രതിഷേധിച്ചു. അവരിൽ പലരും പരസ്യമായി മുടി മുറിക്കുക പോലും ചെയ്തു. 100 കണക്കിന് സ്ത്രീകളെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യുന്നതിലേക്കും പ്രതിഷേധം ഇറാനിയൻ അധികാരികളെ നയിച്ചു. മഹ്സ അമ്നിയുടെ 2ാം ചരമവാർഷികത്തിൽ നിരവധി ഇറാനിയൻ സ്ത്രീകൾ തെഹ്റാനിലെ തെരുവുകളിൽ സൂര്യാസ്തമയത്തിന് ശേഷവും ധിക്കാരത്തോടെ ശിരോവസ്ത്രം അഥവാ ഹിജാബ് ധരിക്കാതെ ഇറങ്ങി നടന്നു. കൂടാതെ തെഹ്റാനിലെ എവിൻ ജയിലിൽ നിരവധി സ്ത്രീകളും അമ്നിയുടെ സ്മരണയ്ക്കായി നിരാഹാര സമരം നടത്തിയിരുന്നു. ഇതേ ദിവസമാണ് ഇറാൻ നേതാവിന്റെ പരാമർശങ്ങളും വന്നിരിക്കുന്നത്. സമീപകാലത്തായി കാര്യമായ തടസ്സങ്ങളൊന്നുമില്ലാത്ത ശക്തമായ ഒരു ഉഭയകക്ഷി ബന്ധം ഇന്ത്യയും ഇറാനും പങ്കിടുന്നുണ്ട്. ഇറാനിലെ ചബഹാറിലെ ഷാഹിദ് ബെഹ്ഷതി തുറമുഖ ടെർമിനലിന്റെ പ്രവർത്തനത്തിനായി മെയ് മാസത്തിൽ ഇരു രാജ്യങ്ങളും ദീർഘകാല കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ആദ്യമായാണ് ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ഇന്ത്യ ഏറ്റെടുക്കുന്നത്. ഇതുകൂടാതെ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിന് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. സമകാലിക ബന്ധങ്ങൾ, ഉയർന്ന തലത്തിലുള്ള കൈമാറ്റങ്ങൾ, വാണിജ്യ സഹകരണം, കണക്ടിവിറ്റി മാതൃക, സാംസ്കാരികവും ജനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ എന്നിവ അടയാളപ്പെടുത്തുന്നതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘമായ ബന്ധം. മുൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെയും മുൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാന്റെയും മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്ന ഔദ്യോഗിക ചടങ്ങിൽ പങ്കെടുക്കാൻ മെയ് മാസത്തിൽ വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധൻഖർ ഇറാൻ സന്ദർശിച്ചിരുന്നു. ജൂലൈയിൽ പോലും തെഹ്റാനിൽ നടന്ന ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പങ്കെടുത്തിരുന്നു. കൂടാതെ വ്യാപാരവും കണക്ടിവിറ്റിയും തെഹ്റാനുമായുള്ള ന്യൂഡൽഹിയുടെ ബന്ധത്തെ നിർവചിക്കുന്നുണ്ട്. 2022-23 ഇറാനുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി വ്യാപാരം $2.33 ബില്യൺ എത്തിയിരുന്നു. തെഹ്റാനുമായുള്ള ന്യൂഡൽഹിയുടെ വ്യാപാരം സമീപ വർഷങ്ങളിൽ കുറഞ്ഞിരുന്നുവെങ്കിലും 2022-23 അത് 21.77% ഉയർന്നു എന്നാണ് റിപ്പോർട്ട്. എന്തായാലും ഇരു രാജ്യങ്ങളും ദീർഘകാലമായി പങ്കിടുന്ന ഇന്ത്യ ഇറാൻ ബന്ധത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനേയിയുടെ പരാമർശങ്ങൾ ബാധിക്കാൻ സാധ്യതയില്ല എന്നാണ് പ്രാഥമിക നിഗമനം.